നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി മുന്നോട്ട് പോയ ഒരു മാർക്കറ്റ് ആയിരുന്നു. കാരണം ഒരുപാട് നാൾ ബുള്ളിഷ് രീതിയിലേക്ക് തന്നെ തുടർന്നു പോകുന്ന ഒരു മാർക്കറ്റിനെ ആയിരുന്നു നമ്മൾ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ റെയറായിട്ടുള്ള ഒരു ചെറിയ കറക്ഷൻ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റുമായിരുന്നു. പക്ഷേ ഒരുപാട് ഉയരങ്ങളിലേക്ക് വരും തോറും എല്ലാവരിലും ഒരു ഭയം ഉണ്ടായിക്കൊണ്ടിരുന്നു. കാരണം ഇത്രയും ഉയരത്തിലേക്ക് പ്രത്യേകിച്ച് കറക്ഷൻ ഒന്നും നടക്കാതെ പോകുന്ന ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നാൽ ഒരു വലിയ കറക്ഷൻ ആവുമോ എന്ന് പലരും ഭയന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഒരു വലിയ ഉയരങ്ങളിലേക്കൊക്കെ പോയാൽ, അതായത് 26,300 എന്ന റേഞ്ചിനടുത്തേക്കൊക്കെ പോയി കറക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്ന എവിടെയായിരുന്നു? 25,000 നിന്നും ഒരു നല്ല കറക്ഷൻ, അല്ലെങ്കിൽ 24,000 നിന്നും കറക്ഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച നമ്മൾ ഇപ്പോൾ എവിടം വരെ പോയി? 26,300 എന്ന റേഞ്ച് വരെയൊക്കെ പോയി. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് ഉയർന്നു പോകുന്നതാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു വീണു. എന്തൊക്കെയാണ്? ആഗോള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇസ്രയേൽ വിഷയം തീർച്ചയായിട്ടും കത്തി നിൽക്കുന്നു. അത് ഓൾറെഡി ഒരു യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു നിൽക്കുന്നു. ഇത് മാത്രമല്ല, നമ്മളുടെ FNOയുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ മുന്നോട്ട് വരികയുണ്ടായി. FNOയിൽ ചില പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ FNOയിലേക്ക് അവർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. ശരിയായ ഒരു സർക്കുലർ അവർ നമുക്ക് നൽകിയിട്ടില്ല. ശരിക്കും എന്താണ് വരുന്നതെന്ന് നമുക്ക് മുന്നോട്ടുള്ള ആഴ്ചകൾ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും അവർ വരുത്താൻ സാധ്യതയുണ്ട്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി അറിഞ്ഞ ശേഷം നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത്. ഓൾറെഡി നമുക്കൊരു കാര്യം വ്യക്തമാണ്. വീക്കിലി എക്സ്പയറി എന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു എക്സ്ചേഞ്ചിന് ഒരു ഇൻഡെക്സിൽ മാത്രമേ ഒരു ആഴ്ചയിൽ എക്സ്പയറി നടത്താൻ പാടുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ BSE ഓൾറെഡി അവർ സെലക്ട് ചെയ്തു. അവർ സെൻസെക്സിനെയാണ് അവർ വീക്കിലി എക്സ്പയറി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം കൂടുതൽ വോളിയം അവിടെയാണ്. അപ്പോൾ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് NSE ആണ്. NSE നിഫ്റ്റിയെ നിലനിർത്തുമോ വീക്കിലി ആയിട്ട്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ നിലനിർത്തുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഓപ്ഷന്റെ കാര്യത്തിൽ കൂടുതൽ വോളിയം ഉള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ അത് നിലനിർത്താനുള്ള സാധ്യതയാണോ? ഇനി അതല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിഫ്റ്റിയെ നിലനിർത്താനാണോ സാധ്യതയെന്ന് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിന്റെ മറ്റ് കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നിരുന്നു. എന്താണ്? അമേരിക്കയുടെ പലിശ നിരക്ക് കുറച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ന്യൂസ് കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കൂടുതൽ നെഗറ്റീവ് ന്യൂസുകളാണ് മുന്നോട്ട് നിൽക്കുന്നത്. കാരണം ഒന്നാമത് നമ്മളുടെ മാർക്കറ്റ് വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? അത്രയും ഭാഗത്ത് നിൽക്കുന്ന മാർക്കറ്റ് ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസ് കിട്ടിയാൽ തന്നെയും തീർച്ചയായിട്ടും ശക്തമായ ഒരു ക്രാഷിനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. നമുക്ക് ഈ ആഴ്ചയുള്ള ഇവന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ മാർക്കറ്റിനെ ടെക്നിക്കലി എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഒരു നീക്കം ഇനി വരാൻ പോകുന്ന ആഴ്ചകളെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്ന ഒരു ലോങ് ടൈമിലുള്ള ഒരു ട്രെൻഡ് ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നോക്കൂ, വളരെ ലോങ് ടൈമിലുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഒരുപാട് ഭാഗങ്ങൾ റെസ്പെക്ട് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. എല്ലാ ഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഇനി പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എവിടെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണ്? ഏറെക്കുറെ ഈ ഒരു റേഞ്ച് എന്ന് പറയാം, 24,500 എന്ന ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. അല്ലെങ്കിൽ 24,400 എന്ന റേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ലോങ് വ്യൂവിലാണ് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇൻട്രാഡേ രീതിയിലല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത് ശരിക്കും ഈ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുക്കേണ്ടതാണ്, അല്ലേ? പക്ഷേ സപ്പോർട്ട് എടുത്തോ? ഇല്ല. ശരിക്കും അവിടെയും ഒരു നല്ല സെല്ലിംഗ് പ്രഷറിൽ നിൽക്കുന്ന മാർക്കറ്റായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഒന്നും ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ന്യൂസ് സംബന്ധമായ കാര്യങ്ങളും നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ബേറിഷ് രീതി തന്നെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനി താഴേക്ക് മാർക്കറ്റ് വന്നാലും ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ലോങ് ടൈമിലുള്ള ട്രെൻഡ് ലൈനിന്റെ ഈ ഒരു ടൈം ഫ്രെയിം ആയിരിക്കും ഏറെക്കുറെ ഒരു സപ്പോർട്ടായിട്ട് വരാനുള്ള സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമുക്ക് നോക്കാം. ഇനി ഇവിടം ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആരുണ്ട്? 200 മൂവിംഗ് ആവറേജ് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് എവിടെയാണ്? 23,250, 300 റേഞ്ചുകളിലൊക്കെ ഏറെക്കുറെ ഒരു 200 മൂവിംഗ് ആവറേജ് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇനി അത് ബ്രേക്ക് ചെയ്താലോ? അത് ബ്രേക്ക് ചെയ്താൽ ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നു. അതൊരു മെഗാ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് റേഞ്ചാണത്? 22,400 എന്ന ഈ ഒരു റേഞ്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട
ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 22,400 എന്ന റേഞ്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന എപ്പോഴും ഒരു ലോങ് ടൈം ഫ്രെയിം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ആലോചിക്കുക. വൺ ഡേ ചാർട്ട് ആണ് എങ്കിൽ തന്നെയും മാർക്കറ്റിൽ ശക്തമായ ക്രാഷുകൾ ഉണ്ടായാലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ സംസാരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി ഒന്ന് വരച്ചു നോക്കാം. നോക്കൂ, ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇവിടം ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞു. അതായത് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞു. പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒന്നുകൂടി അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കാം. ഒന്നുകൂടി അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണ് ഈ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതും ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും പ്രധാനപ്പെട്ട ഇനിയുള്ള സപ്പോർട്ട് എന്നത് ഒരു തത്വത്തിൽ, അതായത് അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ രീതിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് 24,800 എന്ന ഒരു റേഞ്ചാണ് ഇനി പ്രധാനപ്പെട്ട നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയാം. ഓൾറെഡി 25,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലോസിംഗ് ശരിയാണ്, ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,014 ആണ് എങ്കിൽ തന്നെയും ഇനി ഒരു ചെറിയ സപ്പോർട്ട് എന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് പറയണമെങ്കിൽ ഇൻട്രാഡേ രീതിയിലൊക്കെ 24,800 ആണെന്ന് നമുക്കറിയാം. പക്ഷേ പ്രധാനപ്പെട്ട റേഞ്ചൊക്കെ എവിടെയാണ് വരുന്നത്? ശരിക്കുമുള്ള സപ്പോർട്ട് 24,300 എന്ന റേഞ്ചിലേക്കാണ്. അതൊരു പൊസിഷൻ രീതിയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് എടുക്കാവുന്ന ഒരു റേഞ്ചുകളാണ് എന്നത് ഓർക്കുക. ഇനി നിഫ്റ്റി ബുള്ളിഷിലേക്ക് തിരിയുന്നു എന്ന് നമുക്ക് എപ്പോൾ കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും മാർക്കറ്റ് ഇവിടെ നിന്നും റിവേഴ്സ് എടുത്ത് മുകളിലേക്ക് പോയി നമ്മളുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ മുകളിൽ കാണുന്നത്, അതിനെ ശക്തമായ മൊമെന്റമുള്ള ക്യാൻഡിലായിട്ട് പോയി ക്ലോസ് ചെയ്ത് 25,800 മുകളിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇനി നിഫ്റ്റിയിൽ ഒരു തിരിച്ചുപോക്കുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഓർക്കുക. ഈ ഒരു ഏരിയ ഒക്കെ തിരിച്ച് റീട്രേസ് എടുത്ത് ശക്തമായി മൊമെന്റത്തിൽ 25,800 മുകളിൽ ശക്തമായ മൊമെന്റമുള്ള ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ ഞാൻ ഇനി നിഫ്റ്റിയിൽ ഒരു തിരിച്ചുപോക്കുണ്ട് എന്ന് വിശ്വസിക്കുകയുള്ളൂ. അതുവരെ നിഫ്റ്റിയെ ഒരു ബെയറിഷ് വ്യൂവിൽ തന്നെയാണ് ഞാൻ കാണുവാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരെ വീക്കിലി ചാർട്ടിലേക്ക് വന്നാൽ നമുക്ക് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? നോക്കൂ, അതിഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ബെയറിഷ് മാർബോസു ക്യാൻഡിൽ തന്നെ ഇവിടെ രൂപപ്പെട്ടതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതിശക്തമായിട്ടുള്ള ഒരു ബെയറിഷിലേക്ക് മാർക്കറ്റ് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നോക്കൂ, എത്ര ആഴ്ചകൾ എടുത്ത്, അതായത് 1, 2, 3 ഈ 3 ആഴ്ചകൾ എടുത്തുണ്ടാക്കിയ ഈ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റത്തെ ഒറ്റാഴ്ച കൊണ്ട് നോക്കൂ ഒരു ക്യാൻഡിൽ കവർ ചെയ്ത് ഇറങ്ങിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് ബെയറിഷ് മാർക്കറ്റിന്റെ പ്രത്യേകത. ബുള്ളിഷ് മാർക്കറ്റ് എന്നാൽ നമ്മൾ ദിവസങ്ങൾ ആഴ്ചകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, ബെയറിഷ് മാർക്കറ്റ് എന്നാൽ നമുക്ക് ഒരാഴ്ച മതി. നമുക്ക് ഒരാഴ്ച കൊണ്ട് അത്രയും ആഴ്ചകൾ ഉണ്ടാക്കിയ ആ ഒരു ബുള്ളിഷ്നെസ്സിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ അടുത്തതായിട്ട് വരുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിക്ക് കൂടി കുറച്ച് പ്രാധാന്യമൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പക്ഷേ NSE ബാങ്ക് നിഫ്റ്റിയാണ് വീക്കിലി എക്സ്പയറിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യേണ്ടതാണല്ലേ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് കൂടി പ്രാധാന്യം നമുക്ക് ഇനി മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നോക്കൂ, ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ നിങ്ങൾക്കൊന്ന് നോക്കാം. ഇവിടെ വരച്ചിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളെയും റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് വരച്ചിരിക്കുന്ന ഒരു ലൈനാണ്. അതായത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും 2021 കാലഘട്ടമാണ് കാണുന്നത്. ഈ കാലഘട്ടം മുതലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോണിന്റെ ഏരിയ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു റേഞ്ച് കണ്ടില്ലേ? അതായത് നമ്മുടെ മാർക്കറ്റ് ക്രാഷ് ചെയ്ത് താഴേക്ക് വീണിരിക്കുന്ന എന്താണ്? ഈ ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീണിരിക്കുന്നു. അതിശക്തമായ ഒരു ബെയറിഷിലേക്ക് ബാങ്ക് നിഫ്റ്റിയും വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റി ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്നത് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഭാഗമാണ്. എവിടെയാണ്? ഒരു 49,400 റേഞ്ചിനടുത്തേക്കൊക്കെ ബാങ്ക് നിഫ്റ്റി വരുവാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. നോക്കൂ, ഇവിടെ ഈ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല സപ്പോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടുത്തെ ഈ ഒരു റേഞ്ച് വെച്ച് നോക്കിയാലും അവിടെ 200 മൂവിംഗ് ആവറേജും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലോങ് ടൈമിലുള്ള ഒരു സപ്പോർട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ട്രെൻഡ് ലൈനും ഞാൻ ഇവിടെ വരച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത്രയും ലോങ്ങിൽ വന്ന് 2022 കാലഘട്ടം മുതലുള്ള ആ ഒരു സപ്പോർട്ടിംഗ് ഏരിയ എടുത്തുകൊണ്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ഏരിയകളെ വരച്ചുകൊണ്ടുള്ള ഒരു റേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കിട്ടുവാൻ സാധിക്കുന്നുണ്ട്. ഇനി അതല്ല, അതിനെ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് റേഞ്ച് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നും ഇത്രയും പ്രൈസ് സോണുകളെ തൊട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരച്ചു വെക്കാം. കണ്ടില്ലേ? അങ്ങനെ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇവിടെ ഈ ഒരു ചാർട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കണ്ടില്ലേ? ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ഈ ലൈനാണ്.
ഈ ഒരു ലൈനാണ്. അപ്പോൾ ഒരുപാട് പ്രൈസ് ഏരിയയിൽ ടച്ച് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈൻ കണ്ടില്ലേ? അപ്പൊ ഈ ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയായാലും ഇനിയും കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? എവിടം വരെ വരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്? ഏറെക്കുറെ ഒരു 51,200 എന്ന റേഞ്ചിലേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 51,000-ലേക്കെങ്കിലും മാർക്കറ്റ് വരും എന്നാണ് ഏറെക്കുറെ മാർക്കറ്റ് ഇവിടെ കാണിച്ചിരുന്നത്. 51,000 എന്ന് തന്നെ പറയാം. ഓക്കെ, ഒരു 500 പോയിന്റിന്റെ അടുത്തൊരു കറക്ഷൻ കൂടി ഇനി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇവിടം ബ്രേക്ക് ചെയ്താലുള്ള കഥയാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. എന്ത്? ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗം തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഇവിടം നിന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഒരു കൺസോളിഡേഷനിലാണോ എന്നും തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നിഫ്റ്റിയെ സംബന്ധിച്ച്, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ പ്രൈസ് വെച്ചാണ്. ഒരിക്കലും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് വെറുതെ ട്രേഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതുപോലെയുള്ള പ്രൈസ് സോണുകൾ മാർക്ക് ചെയ്ത് പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ടുള്ള ടെക്നിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ന്യൂസുകളൊക്കെ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വലിയ യുദ്ധമൊക്കെ കുറച്ചുകൂടി ശക്തമാവുകയാണ്, ഇനി ഇസ്രായേൽ ഇറാനെ ശക്തമായി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാം. താഴേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാവമൊക്കെ നല്ല റെസ്പെക്റ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കും എന്നാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് നാളെയോ മറ്റന്നാളോ വെറുതെ ക്രാഷായി ഇറങ്ങി വരും എന്ന് നിങ്ങൾ കരുതി ട്രേഡുകൾ എടുക്കാതിരിക്കുക. മാർക്കറ്റ് എപ്പോഴും എങ്ങനെയാണ്? താഴേക്ക് വരുന്ന മാർക്കറ്റ് ചെറിയ രീതിയിൽ ഒന്ന് റീട്രേസ് എടുത്ത് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വരുന്ന ഒരു രീതിയാണ് പൊതുവെ മാർക്കറ്റിന്റെ സ്വഭാവം അല്ലേ? അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, മുന്നേ ഉണ്ടായിരുന്ന മാർക്കറ്റ് എന്ന നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു. അവിടെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഐഡിയ? മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് താഴെ നിന്നും ഒരു ബൈയിങ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ബുൾ മാർക്കറ്റിന്റെ സ്വഭാവം എന്നാൽ ഒരു താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ താഴെ നിന്ന് ബൈ ചെയ്ത് മുകളിലേക്ക് കയറ്റുക എന്നാണ് ശ്രമിക്കുന്നത് അല്ലേ? പക്ഷെ ബെയറിഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? താഴേക്ക് വരുന്ന മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? കൂടുതൽ ആളുകളും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റിനെ വീണ്ടും വിടും. അതായത് മാർക്കറ്റ് താഴെ നിന്ന് മുകളിലേക്ക് ശക്തമായി പോകും. ആ സമയത്ത് എന്താണ് സംഭവിക്കുക? കൂടുതൽ ആളുകൾ അപ്പോൾ സെല്ല് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്ന ഒരു രീതിയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ബുള്ളിഷ് മാർക്കറ്റിനും ബെയറിഷ് മാർക്കറ്റിനും ഈ രണ്ട് സ്വഭാവം ഉണ്ടെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് OA ബിൽഡപ്പിലേക്കാണ്. OA ബിൽഡപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല ബെയറിഷിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. PCR തന്നെ നോക്കൂ, 0.44 എന്ന അവസ്ഥയിലാണ് PCR. ഇവിടെ അഡ്ഡമണിയുടെ ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 0.96 ആണ്. ഒരു സ്ലൈറ്റിൽ ബുള്ളിഷ് ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് പറയുന്നത്. അതായത് ഒരു ഇൻട്രാഡേ ലെവലിൽ ശരിയാണ്, മാർക്കറ്റ് അല്പം മുകളിലേക്കൊക്കെ നീങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലേ, ശക്തമായി മുകളിലേക്ക് മാർക്കറ്റ് നീങ്ങി. അപ്പോൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞതാണ്, ഒരിക്കലും നിങ്ങൾ പുട്ടെടുക്കരുതെന്ന് പറഞ്ഞിരുന്നതാണ്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോയ ശേഷം ശക്തമായ ഒരു ക്രാഷ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അല്ലേ? അത് ഇൻട്രാഡേ ലെവലിൽ ശരിയാണ്, ഇവിടെ മാർക്കറ്റ് അല്പം ഒന്ന് മുകളിലേക്കൊക്കെ നീങ്ങാം. പക്ഷെ പൊസിഷണൽ രീതി കൈകാര്യം ചെയ്യുന്നവർക്ക് നോക്കൂ, നല്ലൊരു ബെയറിഷ് രീതിയിലുള്ള മാർക്കറ്റാണ് കാണുവാൻ സാധിക്കുന്നു. 25,500-ലാണ് അതിശക്തമായിട്ടുള്ള കാള് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒട്ടും പിന്നിലല്ല 25,400-ഉം 25,300-ഉം 25,200-ഉം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ്. അഡ്ഡമണിയുടെ ഏരിയ 25,000 നോക്കിയാലോ, അവിടെയും കോൾ സെല്ലേഴ്സിന്റെ ഒരു എണ്ണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു പക്ഷേ നാളെയൊക്കെ ശക്തമായ ഒരു സെല്ലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് 24,500 എന്ന റേഞ്ചിൽ മാത്രമാണ് OA ബിൽഡപ്പ് വെച്ചൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്കിവിടെ കാണുവാനും സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കഴിഞ്ഞ ദിവസത്തെ ആ ചേഞ്ചസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ കാണുവാൻ സാധിക്കും. നോക്കൂ, നല്ല രീതിയിലുള്ള കോൾ സെല്ലേഴ്സ് കൂടുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒന്നും പുട്ട് സെല്ലേഴ്സിന്റെ ഒരു ആധിക്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും ബാങ്ക് നിഫ്റ്റിയുടെ PCR-ഉം 0.54 എന്ന അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ബെയറിഷ് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബെയറിഷ് രീതിയുള്ള മാർക്കറ്റ് തന്നെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് നേരെ ഇനി FISന്റെ ഡേറ്റയിലേക്ക് വരാം. നമുക്ക് ആദ്യം ക്യാഷ് മാർക്കറ്റിൽ പോയി കാര്യങ്ങളൊന്ന് നോക്കാം. ക്യാഷ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത് നോക്കൂ, ഒരു നല്ല സെല്ലിംഗ് ആണ് ഇവിടെ FIS നടത്തുന്നത്. 1000 കോടിക്ക് മുകളിലുള്ള സെല്ലിംഗ് ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സെല്ലിംഗ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ അവരെന്തോ ഒരു റിവെഞ്ച് വെച്ച് സെല്ല് ചെയ്തുകൊണ്ട് എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്?
നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്? ചൈനീസ് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ചൈനീസ് മാർക്കറ്റ് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൺസോൾട്ടേഷനായിട്ട് നിൽക്കുകയായിരുന്നു, ഉയർച്ചയില്ല. നമ്മുടെ മാർക്കറ്റൊക്കെ ഒരുപാട് ഉയർന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരുപാട് ഉയർന്നു, അതൊരു ഓവർ ബോട്ട് രീതിയിലാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഇവിടുന്ന് സെല്ല് ചെയ്ത് ഇനി ചൈനീസ് മാർക്കറ്റിലാണ് സാധ്യത എന്ന രീതിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന ചില ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരുന്നുണ്ട് ഇവിടെ. പക്ഷേ നോക്കൂ, ഇവിടെ നല്ല രീതിയിലുള്ള ബൈങ് എവിടെ നിന്ന് വരുന്നുണ്ട്? നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് DISന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ബൈങ്ങും വരുന്നുണ്ട്. ഇവർ വിൽക്കുമ്പോൾ താഴെ നിന്ന് അവർ വാങ്ങുന്നുണ്ട്. പക്ഷെ DISനെ പോലെയുള്ള ആളുകൾ വാങ്ങിയിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് താഴെ വീണു. എങ്ങനെ? FISനെ പോലെയുള്ള അതിശക്തരാണ് സെല്ല് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും FISന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ DIS ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ രണ്ട് ശക്തർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്മറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷനിൽ അവർ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇൻഡെക്സ് ഓപ്ഷനിൽ FIS കോൾ ബൈ ചെയ്തേക്കുന്നത് 7.31 ലാഖിനാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ? പുട്ട് അവരെന്താണ് ചെയ്തിരിക്കുന്നത്? പുട്ട് അവർ ബൈ ചെയ്യുക. പുട്ട് ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ബെയറിഷ് ആണല്ലേ. 8.2 ലാഖിനാണ് പുട്ടും ബൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു സ്ലൈറ്റ്ലി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കറിയാൻ സാധിക്കുന്നു FIS ഇവിടെ ഇൻഡെക്സ് ഓപ്ഷനിൽ ബെയറിഷ് എന്ന രീതി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നേരെ ഇങ്ങോട്ട് വന്നാലോ, പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ് ഓവറോൾ ഇവിടെ ബെയറിഷ് തന്നെയാണ്. കോൾ സെല്ല് ചെയ്യുക ബെയറിഷ് ആണല്ലോ. ഒരു 3 ലാഖിനടുത്ത് അവർ കോൾ സെല്ല് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ ഒരു 2.5 ലാഖിനടുത്ത് എന്താണ്? പുട്ട് സെല്ല് ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പുട്ട് ബൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ബെയറിഷ് ആണ്. അപ്പോൾ ഓവറോൾ ഇവിടെ FISും പ്രോസും ബെയറിഷിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ക്ലയന്റ് എപ്പോഴും എന്താണ്? പൈസ കൊണ്ട് കളയാൻ നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ക്ലയൻസുകളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലയൻസ് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? കോൾ സെല്ല് ചെയ്തിരിക്കുന്നത് കുറച്ച് മാത്രമാണ്, ഒരു 4.5 ലക്ഷത്തിന് മാത്രമാണ് ഇവിടെ കോൾ സെല്ല് ചെയ്തതെങ്കിൽ പുട്ട് അവര് സെല്ല് ചെയ്തിരിക്കുന്നത് അത് ബുള്ളിഷ് എന്ന രീതിയിൽ അവർ 12 ലക്ഷത്തിന് മുകളിൽ അവർ ബുള്ളിഷ് എന്ന രീതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ബെയറിഷിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മൾ ഫ്യൂച്ചറിന്റെ അവസ്ഥയിലേക്ക് വന്ന എന്താണ്? ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്താണ് നമുക്ക് വ്യക്തമായിട്ട് പോയി നോക്കാം. നമുക്ക് ആദ്യം FISന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കാം. FISന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നോക്കൂ, മുന്നേ FIS മുൻ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് എന്ന രീതിയിൽ തന്നെയാണ് ഫ്യൂച്ചറിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, അവർ ആ ഒരു ബുള്ളിഷ് രീതി ഒരുപാട് കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരൊരു ബെയറിഷ് രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നേരെ നമുക്ക് DISന്റെ കേസ് എടുത്താൽ അത് നമുക്ക് DISനെ അധികം ശ്രദ്ധിക്കേണ്ട എങ്കിലും പ്രോസിന്റെ കേസിലേക്ക് നോക്കാം. പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു ബെയറിഷ് രീതി തന്നെ പ്രോസ് ഇവിടെ തുടർന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ക്ലയന്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അവരും ഒരു ബെയറിഷ് രീതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കിനി മറ്റ് ഡേറ്റകളിലേക്ക് പോകുമ്പോൾ തന്നെ നോക്കൂ, ഫ്യൂച്ചറിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കൂ, FIS എങ്ങനെയാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഈ ഡേറ്റകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാർക്കറ്റ് വളരെ കുഴപ്പകരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സമയത്ത് പുതിയ സ്റ്റോക്കുകളൊക്കെ എടുക്കാതിരിക്കുക. മാർക്കറ്റ് എവിടെയാണോ കറക്റ്റ് ചെയ്യുന്നത്, പരമാവധി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റോക്കുകളിലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. ഈ സമയത്തൊക്കെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ SIP ഒക്കെ ഇടുന്ന ആളുകൾക്ക് നല്ലതാണ്. അവരെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ കൂടുതൽ അവർക്ക് വാങ്ങി കൂട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ SIPകളാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ അത് എവിടെ പോയി അവസാനിക്കുമെന്ന് നമുക്കത് പറയാൻ സാധിക്കത്തില്ല. ഇത് മാത്രമല്ല, ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ ഉള്ള ആളുകൾ സ്റ്റോക്കുകൾ താഴേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ അവരുടെ പോർട്ട്ഫോളിയോ നെഗറ്റീവ് കാണിക്കും അല്ലേ? അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഗോൾഡും മറ്റും വാങ്ങിയിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ ഗോൾഡ് പോലെയുള്ള ആ ഒരു അസറ്റിനൊക്കെ ആയിരിക്കും മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരിക്കലും ഇതൊന്നും വാങ്ങിയിടാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, കാര്യങ്ങൾ ജസ്റ്റ് ഒരു പഠനാവശ്യത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.